ഹലോ, ധനീസ് കിച്ചൻ ജേണിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു പഴം റെസിപ്പിയാണ് കേട്ടോ. ഈവനിങ് സ്നാക്കാണ് ഇന്ന് ഉണ്ടാക്കിയെടുക്കുന്നത്. അതിനായിട്ട് ഞാനിവിടെ ഒരു 4 പഴം എടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഞാനൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി കഴുകിയെടുക്കണം കേട്ടോ. മുറിക്കാതെ തന്നെ ഞാനിത് വേവിച്ചെടുക്കുകയാണ്. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത് ഒരു വിസിൽ മീഡിയം ഫ്ലെയിമിൽ പോയാൽ മതി. അപ്പോൾ അധികം പഴുക്കാത്ത പഴമായിരിക്കണം കേട്ടോ. അപ്പോൾ ഒരു വിസിലൊക്കെ പോയി ഒന്ന് ചൂടാറിയ ശേഷം നമ്മുടെ പഴം നല്ല കറക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ടാവും. അപ്പോൾ അതാ പഴം നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഒരിക്കലും പഴം പുഴുങ്ങിയെടുക്കുമ്പോൾ ഇതുപോലെ എന്തെങ്കിലും ഉണ്ടാക്കാൻ വേണ്ടി പുഴുങ്ങിയെടുക്കുമ്പോൾ നല്ല പഴുത്ത പഴം പുഴുങ്ങിയെടുക്കരുത്. അപ്പോൾ ഭയങ്കര ഇങ്ങനെ മാഷായി പോവും. ഇതിപ്പോൾ അതാ പാകത്തിനായിട്ടുണ്ട് കേട്ടോ. നല്ല ചൂടിൽ തന്നെ തൊലിയൊക്കെ മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നന്നായി ചൂടാറുന്നതിൻ്റെ മുന്നേ തന്നെ ഇതിനെ ഉടച്ചെടുക്കണം, നല്ലോണം ഉടച്ചെടുക്കണം. അപ്പോൾ കുറച്ച് ഈസി ആയിട്ട് ഉടച്ചെടുക്കാൻ വേണ്ടി നമ്മൾ സ്റ്റീൽ ഗ്ലാസിൻ്റെ അടിഭാഗം കൊണ്ട് നമുക്കിതുപോലെ ഉടച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഉടച്ചെടുക്കണം. അപ്പോൾ അതാ ഈ ഒരു രീതിയിലാണ് ഞാൻ ഉടച്ചെടുക്കുന്നത്. നമുക്ക് മിക്സി ഒന്നും വേണ്ട കേട്ടോ. ഇതുണ്ടാക്കാൻ വേണ്ടി നന്നായിട്ട് ഒട്ടും വെള്ളമൊന്നും ചേർക്കാതെ ഉടച്ചെടുത്തപ്പോൾ ഇതാ ഈ ഒരു പരുവത്തിലാണ് നമുക്ക് കിട്ടേണ്ടത്. നമുക്ക് കയ്യിലിട്ട് ഇങ്ങനെ കുഴയ്ക്കുമ്പോൾ ഇങ്ങനെ ഉരുണ്ട് വരണം. ഇനി ഞാനിവിടെ അരമുറി തേങ്ങ, കുറച്ച് ശർക്കര എടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂണോളം ശർക്കര മതി ഇതിലേക്ക് കേട്ടോ. ഞാനിത് ഉണ്ട ശർക്കര ചീകി വെച്ചതാണ്. ഇനി ഞാനിവിടെ ഒരു 6 കാഷ്യൂനട്ട് വളരെ കുഞ്ഞായിട്ടൊന്ന് ചതച്ചെടുത്തതാണ് കേട്ടോ. അതുപോലെ തന്നെ ഉണക്കമുന്തിരിയും ഒരു 4 ഏലക്കായുടെ കുരുവും കൂടെ എടുത്തിട്ടുണ്ട്. അരമുറി തേങ്ങ ഇത്രയും ഉണ്ട് കേട്ടോ. അത്യാവശ്യം വലിയ തേങ്ങയാണ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇതുണ്ടാക്കാൻ വേണ്ടി വേണ്ടത്. ഇനി ഞാനിവിടെ ബ്രെഡ് എടുത്തിട്ടുണ്ട്. ബ്രെഡ് ഞാനിവിടെ ഒരു ഇത്ര 5 എണ്ണം എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് പൊടിച്ചെടുത്ത് വരാം. അപ്പോൾ ഇനി നോമ്പ് കാലങ്ങളൊക്കെ വരുമ്പോൾ എല്ലാ സ്നാക്കിൻ്റെ കൂടെ നമുക്ക് ബ്രെഡ് ക്രംസ് വേണ്ടി വരും. അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതാ ബ്രെഡ് ക്രംസ് ഇങ്ങനെ ആക്കിയിട്ട് ജസ്റ്റ് ഒന്ന് വറുത്ത് വെച്ചാൽ മതി. നമുക്ക് 1 മാസം വരെയൊക്കെ വെക്കാൻ പറ്റും. അപ്പോൾ അതാ ബ്രെഡ് ക്രംസ് റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിവിടെ സ്റ്റവിലൊരു കടായി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊന്ന് നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമ്മളിതിലേക്ക് നെയ്യാണ് ഒഴിച്ച് കൊടുക്കേണ്ടത്. ഞാനിവിടെ മെൽറ്റ് ചെയ്തെടുത്ത നെയ്യ് ഒരു 2 സ്പൂണോളം ഒഴിച്ച് കൊടുത്തു. ഒന്ന് ചൂടായി വരുമ്പോൾ കാഷ്യൂനട്ടും ഉണക്കമുന്തിരിയും ഏലക്കായുടെ കുരുവാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇത് ഒന്ന് പൊടിച്ചെടുത്താലും കുഴപ്പമില്ല. ഇതൊന്ന് ജസ്റ്റ് ഇതുപോലെ ഒന്ന് വറുത്തെടുക്കണം. ഒത്തിരി കളറൊന്നും മാറി വരണ്ട കേട്ടോ. ഈ ഒരു സമയത്ത് തന്നെ നമുക്ക് ഇതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. എല്ലാവർക്കും നല്ല ഇഷ്ടമാവും കേട്ടോ. പിന്നെ ഷുഗറൊന്നും കഴിക്കാൻ പറ്റാത്തവർക്കും കഴിക്കാൻ പറ്റുന്നതാണ്. ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ വറുത്തെടുക്കണം. വറുത്തെടുക്കുക മീൻസ് ഇതിൻ്റെ ആ ഒരു പച്ചമണം മാറുന്ന വരെ ഒന്നിങ്ങനെ ഇളക്കി കൊടുത്താൽ മതിയാവും. ഈ ഒരു രീതിയിൽ. അതിന് ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂണോളം ശർക്കര ചീകി എടുത്തതാണ് കേട്ടോ. പൊടിച്ചെടുത്താലും മതി. ഇതിന് പകരം ബ്രൗൺ ഷുഗർ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയും മതിയാവും. ഇനി ഇതിനെ ഒന്ന് ഇളക്കിയെടുത്താൽ മാത്രം മതി. വളരെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ ഇത് ഇളക്കിയെടുക്കാം. ഇത് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ള ശർക്കര നല്ലോണം മെൽറ്റായി വരുമൊന്നും വേണ്ട. ഇങ്ങനെ തന്നെ കിടന്നാൽ മതി. ഇതാണ് ഒരു ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ എടുക്കുമ്പോൾ. അപ്പോൾ നമുക്ക് ഈ ഒരു സമയത്ത് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇത്രേ വേണ്ടുള്ളൂ. അപ്പോൾ തേങ്ങയുടെ ആ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മൾ സാധനങ്ങളൊക്കെ റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. പഴം, ഇനി നമ്മൾ മസാല, അതുപോലെ തന്നെ ബ്രെഡ് ക്രംസ്, ഇതെല്ലാം ഇവിടെ റെഡിയായി. ഇനി കയ്യിൽ കുറച്ച് നെയ്യ് തടവണം. നെയ്യ് തടവിയതിന് ശേഷം നെയ്യില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വെളിച്ചെണ്ണ ആയാലും മതി കേട്ടോ. സൺഫ്ലവർ ഓയിൽ എടുക്കരുത്. ഇതുപോലെ കുറച്ചധികം ഈ ഒരു രീതിയിൽ എടുക്കണം. അപ്പോൾ ഇതിനാണ് അധികം പഴുക്കാത്ത പഴം എടുക്കുന്നത് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ ഉന്നക്കായൊക്കെ ഉണ്ടാക്കില്ലേ, ആ ഒരു രീതിയിൽ തന്നെ ഇതിനെ ഫില്ല് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിതിൽ ഇതിൻ്റെ ഈ ഒരു കൂട്ട് 2 സ്പൂണോളം എടുക്കുന്നുണ്ട് കേട്ടോ. 2 സ്പൂണോളം തന്നെ മതിയാവും. നമ്മുടെ ഈ പഴം കുറച്ച് മധുരമുള്ളതാണ്, അതുപോലെ തന്നെ ഫില്ലിങ്ങും മധുരമുള്ളതാണ്. പക്ഷെ ഒത്തിരി നമ്മുടെ ഈ ഒരു ശർക്കരയുടെ പൊടി ഇങ്ങനെ മെൽറ്റായി വരരുത്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് ഫില്ല് ചെയ്യാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ അതാ ഈ ഒരു രീതിയിൽ നന്നായിട്ട് ഉരുട്ടിയെടുക്കണം. ഇത് ഉരുട്ടിയെടുക്കുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ. സാധാരണ ഉന്നക്കായതിനെക്കാട്ടിലും കുറച്ചും കൂടി രുചിയാണ് ശർക്കര ഒക്കെ ചേർത്തതുകൊണ്ട് തന്നെ. അപ്പോൾ ഈ ഒരു ഷേപ്പിൽ ഉണ്ടാക്കിയെടുത്താൽ മതി. എല്ലാ വർഷവും നോമ്പിന് ഇതുപോലെ എപ്പോഴും ഉന്നക്കായൊക്കെ അല്ലേ ഉണ്ടാക്കാറ്. ഇതേ രീതിയിലൊന്ന് ഉണ്ടാക്കിയെടുത്ത് നോക്കൂ. ഒരു വെറൈറ്റി ആയിരിക്കും, കഴിക്കാനും കുറച്ചും കൂടെ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഷേപ്പിലാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതാ കാണാൻ നല്ല ഭംഗിയുള്ള പഴം കൊണ്ടുള്ളൊരു റെസിപ്പി ഈ ഒരു രീതിയിലായിട്ടുണ്ട്. ബാക്കിയും കൂടെ ഇതുപോലെ തന്നെ
നമുക്ക് ഇതുപോലെ ഉരുട്ടിയെടുക്കാം കേട്ടോ, ഫില്ലിംഗ് ഒക്കെ നിറച്ചിട്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് എന്ത് ഡ്രൈ ഫ്രൂട്ട്സ് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. സാധാരണ നമ്മുടെ കയ്യിലൊക്കെ പെട്ടെന്ന് കിട്ടുന്നത് ഇതായതുകൊണ്ടാണ് കേട്ടോ ഇത് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതാ ഇതുപോലെ ബാക്കിയുള്ളത് മുഴുവനായിട്ട് നമ്മൾ ഈ ഒരു ഷേപ്പിലാക്കി എടുക്കുവാണ്. അപ്പോൾ ശർക്കര കൊണ്ടും അതുപോലെ തന്നെ പഴം കൊണ്ടുള്ളൊരു റെസിപ്പിയാണ്, തനി നാടൻ റെസിപ്പിയാണ്. മുഴുവനായിട്ടും ഈ ഒരു രീതിയിൽ നമ്മളിതിനെ ഇങ്ങനെ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും കിട്ടിയിട്ടുണ്ട് എനിക്ക്, 4 പഴം കൊണ്ട് ഇതാ ഇത്രയും കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു രീതിയിൽ ഒരെണ്ണം കഴിച്ചാൽ മതിയാവും കേട്ടോ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ബ്രെഡ് ക്രംസ് ഉണ്ടല്ലോ, ഇതിലേക്ക് നമ്മളിതിനെ ഒന്നിങ്ങനെ ഡിപ്പ് ചെയ്ത് കൊടുക്കണം. സാധാരണ കട്ട്ലറ്റ് ഉണ്ടാക്കുന്ന പോലെയല്ല കേട്ടോ, ഇത് ഇങ്ങനെ ഇതിലൊന്ന് പറ്റി പിടിച്ചാലും നമ്മൾ കയ്യിലിട്ടിട്ട് നല്ലോണം ഉരുട്ടിയെടുക്കണം. ഈ ഒരു രീതിയിൽ ഉരുട്ടിയെടുക്കണം, എന്നാലാണ് ഈ പഴത്തിൽ ഈ ബ്രെഡ് ക്രംസ് ഇങ്ങനെ പിടിച്ചിരിക്കുകയുള്ളൂ. ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാണാൻ നല്ല ഭംഗിയാണ്, പിന്നെ ഒരു ഉപ്പിൻ്റെ ടേസ്റ്റ് ഉണ്ടാവും ഇതിന്. അപ്പോൾ മധുരമുണ്ട് ഉപ്പുണ്ട്, വളരെ ടേസ്റ്റി, ഒരു വെറൈറ്റി ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ അതാ ഈ ഒരു രീതിയിൽ മുഴുവനായിട്ടും ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കുകയാണ് കേട്ടോ. ഇത് കുട്ടികൾക്കൊക്കെ വൈകുന്നേരം സ്കൂൾ വിട്ട് വരുന്ന കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാനൊക്കെ നല്ല ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ്. പ്രത്യേകിച്ച് പഴമൊന്നും കഴിക്കാൻ ഇഷ്ടമില്ലാത്ത കുട്ടികൾക്ക് കേട്ടോ. അതുമാത്രമല്ല ഈ നോമ്പ് കാലത്തൊക്കെ നമുക്ക് ഇതുപോലെ ഉണ്ടാക്കി വെച്ച് ഫ്രിഡ്ജിൽ വെച്ചിരുന്നാൽ മതി. ഇനി ഇതാ ബാക്കി ഉള്ളതും കൂടെ ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കണം കേട്ടോ. ഇനി ഞാനിവിടെ ഒരു ദോശത്തവയാണ് ഞാനിവിടെ ചൂടാവാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇതിലേക്കും നെയ്യ് തന്നെ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ, അധികം നെയ്യൊന്നും വേണ്ട, ഒരു 3 സ്പൂണോളം മതിയാവും. എന്നിട്ട് ചൂടായ നെയ്യിലേക്ക് നമ്മളിപ്പോൾ നല്ലോണം ബ്രെഡ് ക്രംസിൽ ഉരുട്ടിയെടുത്തിട്ടുള്ള ഈ ഒരു കൂട്ടുണ്ടല്ലോ, ഇത് ഇതുപോലെ ഇട്ട് കൊടുക്കണം. നല്ല മണമാണ് കേട്ടോ. നെയ്യൊക്കെ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, പ്രത്യേകിച്ച് പഴവും നെയ്യും ശർക്കരയും തേങ്ങ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് മലയാളികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമുള്ളൊരു ഐറ്റമാണ്. അപ്പോൾ ചെറുതായിട്ടൊന്ന് സെൻറ്റർ ഭാഗം മാത്രം ഒന്ന് കളറ് മാറിയാൽ മതി കേട്ടോ, സൈഡൊന്നും മൊരിയണമെന്നില്ല. ഒത്തിരി എണ്ണയിൽ നമ്മൾ മുക്കി പൊരിച്ചെടുക്കേണ്ട യാതൊരു ആവശ്യമില്ല. ഇതിങ്ങനെ ഉണ്ടാക്കിയെടുക്കുമ്പോഴാണ് കാണാനും കഴിക്കാനും ഒരു ഭംഗി കേട്ടോ. കുറച്ച് ക്രിസ്പി ആയിട്ടിരിക്കും ഈ ഒരു ബ്രൗൺ കളറുള്ള ഭാഗമൊക്കെ. അപ്പോൾ 2 സൈഡും ജസ്റ്റ് ഇതുപോലെ സെൻറ്റർ ഭാഗം ഒന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൽ നിന്ന് എടുത്ത് മാറ്റാം. നല്ല മണമാണ് കേട്ടോ നെയ്യിൽ ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ, ഡീപ്പ് ഫ്രൈ ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ അടിപൊളിയായിട്ടുള്ള പഴം കൊണ്ടുള്ള ഈവനിങ് സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പൊളിച്ച് നോക്കാം. നല്ല ചൂടാണ് കേട്ടോ. സൈഡൊക്കെ കണ്ടില്ലേ, നല്ല മഞ്ഞ കളറിലാണ് ഇരിക്കുന്നത്, സെൻറ്റർ ഭാഗമൊക്കെ ബ്രൗൺ കളറിൽ. ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കൂ, എന്നും ഉണ്ടാക്കാൻ തോന്നും കേട്ടോ. അത്ര ടേസ്റ്റാണ്, അധികം എണ്ണയൊന്നുമില്ല. ഇതിൻ്റെ ഉള്ളിലൊക്കെ കണ്ടില്ലേ, ഇതിൻ്റെ ഫില്ലിംഗ് ഒക്കെ കണ്ടില്ലേ, നിറയെ ഫില്ലിംഗ് ആയിട്ടാണ് ഇരിക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അഭിപ്രായങ്ങളൊക്കെ ഉണ്ടാക്കി നോക്കി അറിയിക്കണം. ഇതുപോലുള്ള ഈസി റെസിപ്പീസുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.